ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ആയില്ലേ നമ്മളൊരു ഈവനിങ് വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നും സ്കൂളില്ല, അതുകൊണ്ട് ജസ്റ്റ് എല്ലാവരും ചില്ലറ ഈവനിങ് വ്ളോഗാണ് എൻ്റെ ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് നാരങ്ങ വെള്ളം നല്ല ഇഷ്ടമാണ്, എനിക്ക് കുടിക്കാൻ നല്ല ഇഷ്ടമാണെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ നാരങ്ങ വെള്ളം ഒരു തട്ടിക്കുട്ടി പരിപാടിയാണ്. എനിക്ക് അത്ര വലിയ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനും അറിയില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്കും അറിയാം ചെറുതായിട്ടൊക്കെ. ആദ്യം ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ചിയ സീഡ് ഇടും. അപ്പോൾ എനിക്ക് ചിയ സീഡ് ഇങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുന്നത് കിട്ടുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അത് ഫ്രിഡ്ജ് വെച്ചിട്ട് എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. USSന് എക്സാം വരികയാണ്. അപ്പോൾ എനിക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഫ്രഷ് എയറൊക്കെ ഇട്ടിട്ട് പഠിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് എയറൊക്കെ കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ എനിക്കിഷ്ടം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ടു. പിന്നെ ഞാൻ ഒരു കുഞ്ഞു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിൽ. ഈ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഹലോ കിറ്റിയുടെയാണ്. പിന്നെ ഞാനിപ്പോൾ അടുത്തായിട്ട് ഒരു ബുക്ക് വായിക്കേണ്ട, അതിന് ഞാനൊരു ബുക്ക് മാർക്ക് ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും നമ്മൾ ഉണ്ടാക്കി വെച്ച നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ എനിക്ക് തോന്നാൻ ഇതിടണം ചിയ സീഡ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചിയ സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കുടിച്ചു. ആദ്യം ഞാൻ ഉപ്പുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് വീണ്ടും ഉപ്പൊക്കെ ഇട്ടിട്ടോ ഗൈസ്. പിന്നെ ഞാനൊരു ടു ഡു ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. ജനുവരി ആയതുകൊണ്ട് കുറച്ച് നമ്മൾ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗമായി എഴുതി വയ്ക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞ USS ഇംഗ്ലീഷ് എന്ന് പഠിക്കാണ്ടായിരുന്നു, അത്യാവശ്യം തോനെ പഠിക്കാണ്ടായിരുന്നു. ഞാൻ കുറേ പഠിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ പഠിച്ച് വന്നപ്പോൾ തന്നെ ഒരു 6:40 ആയിട്ടോ ഗൈസ്. ഞാൻ ഒരു 4:30 ആയി പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 6:30 ആയി. പിന്നെ ഞാൻ പഠിക്കാൻ അത്ര പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ TV കാണാൻ വിചാരിച്ചു. TV കണ്ടിട്ട് ഞാൻ മുടി കെട്ടാൻ വിചാരിച്ചു. കുറേ ഞാൻ മുടിയൊക്കെ കെയർ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് കെയർ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ അപ്പോൾ മുടഞ്ഞിട്ടു കേട്ടോ ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഗൈസ്. പിന്നെ എനിക്ക് കുറച്ച് എഴുതാണ്ടായിരുന്നു, ഞാൻ എഴുതിയിട്ടോ ഗൈസ്. ഞാൻ വീണ്ടും കൊച്ചു TV കാണാൻ പോയിരുന്നു. ഏതോ ഒരു കൊച്ചു TV ഇരുന്ന് കാണുമായിരുന്നു. ഞാൻ പറഞ്ഞിലേക്ക് എഴുതാണ്ടായിരുന്നു ഇംഗ്ലീഷിൽ നിന്ന്. വീണ്ടും പോയിരുന്ന് എഴുതി. പിന്നെ ഞാൻ അന്നെടുത്തൊരു പാഠമുണ്ടായിരുന്നു, ഏതോ ഒരു പാഠമായിരുന്നു. ആ ഇംഗ്ലീഷ് പാഠമെടുത്ത് വായിച്ച് നോക്കിയിട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ എന്നുമല്ല, ഞാൻ ജനുവരി ആയിട്ട് നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ മറ്റേ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ടിക്ക് ടച്ച് ചെയ്ത കാര്യങ്ങളിൽ ഇങ്ങനെ ടിക്ക് ഇടായിരുന്നു നമ്മൾ, അതാണ് ചെയ്യേണ്ടത്. പിന്നെ അമ്മ പുറത്ത് പോയി വരുമ്പോൾ ചിക്കനും പിന്നെ പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് ഇരുന്ന് കഴിക്കുമായിരുന്നു. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. പിന്നെ സാലഡൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ സാലഡൊക്കെ കൂട്ടി തിന്നു ഗൈസ്. അത് കഴിഞ്ഞ് മുകളിൽ തോർത്തിടാണ്ടായിരുന്നു, അതും പുറത്ത് തോർത്തിട്ടായിരുന്നു. രാത്രി അതിൻ്റെ അടുത്ത് അത്ര ഉണങ്ങിയില്ലാത്തതുകൊണ്ട് നമ്മൾ മുകളിൽ തോർത്തിടുകയാണ് ചെയ്യുക, ഉണങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉണങ്ങാനുണ്ടാവുള്ളൂ. അങ്ങനെ തോർത്തിടലൊക്കെ കഴിഞ്ഞു. നാളെ സ്കൂളുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നാളെ സ്കൂളിലുണ്ട്. നമ്മൾ ബാഗൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് അറേഞ്ച് ചെയ്തപ്പോൾ ഹിന്ദി പേപ്പർ സൈൻ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഹിന്ദിയിൽ 25-ൽ 24 കേട്ടോ ഗൈസ്. അപ്പോൾ മാർക്ക് അമ്മയോട് സൈൻ ചെയ്തെന്ന് അമ്മ സൈൻ ചെയ്തു കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ നമ്മുടെ ടിക്കറ്റ് വയ്ക്കാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഫുൾ ടിക്കറ്റ് ആണ് ഗൈസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പറയപ്പെട്ട പന്തിലം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, പന്തിലങ്ങൾ അങ്ങനെ എന്തോ ആണ് ബുക്കിൻ്റെ പേര്. അത് അമ്മ ന്യൂ ഇയറിന് ഗിഫ്റ്റ് തന്ന കേട്ടോ ഗൈസ്. അതിരുന്ന് വായിച്ചു, കുറച്ചൊക്കെ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എടുക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ സമയം 10:17 10:17 ആയിട്ടോ ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇത്രയുള്ള ബൈ ബൈ.